RRB NTPC എക്സാമിന് പോകുന്നവർ മസ്റ്റായിട്ടും മിസ്സാക്കാതെ നോക്കേണ്ട 20 കീ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. RRB NTPC ജനറൽ അവയർനെസ് പാർട്ട് പ്രത്യേകിച്ചും വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിൽ എന്ത് പഠിക്കണം എന്ന് കൺഫ്യൂഷനായി. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ ഉള്ള സമയത്ത് എങ്ങനെ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാം? അപ്പോൾ ഏറ്റവും സ്മാർട്ടായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. അത്തരത്തിൽ 2025 മുമ്പ് നടന്ന RRB NTPC പരീക്ഷകളെ അനലൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 കീ ടോപ്പിക്സ് ആണ് ജനറൽ അവയർനെസ് പാർട്ടിൽ നിന്ന്, സ്പെസിഫിക്കലി ജനറൽ സയൻസിൽ നിന്നുള്ള 20 കീ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാ പരീക്ഷകളും, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുള്ള എല്ലാ പരീക്ഷകളും ഒരു സ്മാർട്ട് അനാലിസിസിലൂടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ RRB NTPC പരീക്ഷയ്ക്ക് പോകുന്നവർ ഒരിക്കലും മിസ്സാവാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. 20 കീ ടോപ്പിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റിൽ നിന്നുമുള്ള ഏറ്റവും കീ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എങ്ങനെ വളരെ ചെറിയ സമയം കൊണ്ട് പഠിക്കാം എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഫിസിക്സിലെ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, സയൻസ് പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് RRB എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യം ഫിസിക്സിലെ 7 ടോപ്പിക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 7 ടോപ്പിക്കിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 ഇതിനു മുമ്പ് നടന്ന എല്ലാ വർഷങ്ങളിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ഷിഫ്റ്റിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്ന് മോഷൻ ആൻഡ് ഇറ്റ്സ് ലോസ്. നിങ്ങൾക്കറിയാം, വളരെ ഫിസിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോഷനും അതിന്റെ ലോയുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഈ കൺസെപ്റ്റുകൾ പഠിക്കണം. പിന്നീട് ചോദ്യം ഏറ്റവും കൂടുതൽ കണ്ടത് ന്യൂട്ടൺസ് ലോയും ഇനേർഷ്യയും, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണുന്നത്. പിന്നെ മൊമെന്റം കൺസർവേഷൻ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും, പിന്നെ എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ്. ഇത്രയും പാർട്ട് മാത്രം, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ടൈം വളരെ ഒരു വലിയ സബ്ജക്റ്റിനെ നിങ്ങൾ അതിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്താൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട, കീ ഏരിയസ് മാത്രം എത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് മോഷൻ ആൻഡ് ഇറ്റ്സ് ലോ ഒന്നാമത്തെ ടോപ്പിക് പറയുന്നത്. 2 വർക്ക് എനർജി പവർ, അതിനകത്ത് ടൈപ്പ് ഓഫ് എനർജി, പൊട്ടൻഷ്യൽ, കൈനറ്റിക്, ടൈപ്പ് ഓഫ് എനർജി വരുമല്ലോ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ യൂണിറ്റുകൾ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്, ജൂള്, വാട്ട്, എക്സാമ്പിൾ, ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള യൂണിറ്റുകൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ വർക്ക് എനർജി പവറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാം. തേർഡ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. വലിയ ടോപ്പിക്കാണ്, പക്ഷെ അതിൽ തന്നെ കീ ടോപ്പിക്സ്, കീ ഏരിയാസ് എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഏതൊക്കെ തരത്തിൽ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ തുടങ്ങിയ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിക്കേണ്ടത് സെൽഷ്യസ് ടു കെൽവിൻ കൺവേർഷൻ, സ്ഥിരമായിട്ട് ചോദ്യം കാണാറുണ്ട്. ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ വന്നിട്ട് കെൽവിനിലേക്ക് കൺവേർഷൻ, അല്ലെങ്കിൽ കെൽവിനിൽ ഒരു വാല്യൂ വന്നിട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർഷൻ, അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കൺവേർഷൻ. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഷ്യസ് കെൽവിൻ കൺവേർഷൻ. അതുപോലെ എക്സ്പാൻഷൻ, ഹീറ്റിന്റെ എഫക്ട്, ഹീറ്റ് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, എവറിഡേ ആപ്ലിക്കേഷൻസ്. ഇതാണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പിന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സ്. നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ. അതിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആണ് സ്ഥിരമായിട്ട്, ഈ 2 ഫിനോമിനൻസിൽ നിന്നാണ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാറുള്ളത്. പിന്നെ ലെൻസസ് ആൻഡ് മിറേഴ്സിൽ ഒരു ടൈപ്പ് മിറർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ലെൻസിനകത്ത് വരുന്ന ഇമേജ് ഫോർമേഷൻ എവിടെയാണെന്നൊന്നുമല്ല ചോദിക്കാറുള്ളത്. ഇന്ന ടൈപ്പ് ഇമേജ് ഉണ്ടാകുന്നത് ഏത് മിററിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഇമേജ് ഉണ്ടായത്, ഏത് ലെൻസ് ആണ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്ട്ലി കോൺവെക്സ് മിററിന്റെയോ കോൺവെക്സ് ലെൻസിന്റെയോ ഒക്കെ ആപ്ലിക്കേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നീട് ഹ്യൂമൻ ഐ ഡിഫക്ട്സ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതായത് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ തുടങ്ങിയ ഹ്യൂമൻ ഐ ഡിഫക്ട്സ് ചോദിക്കാറുണ്ട്. പിന്നെ റെയിൻബോ, പ്രിസംസ്, കോമൺ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. റെയിൻബോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്, പ്രിസവുമായിട്ട് ബന്ധപ്പെട്ടത് കോമൺ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇത്രയാണ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സിലുള്ളത്. അഞ്ചാമത്തത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓംസ് ലോ, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇത് മൂന്നും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ടഫർ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നീട് സീരീസ് പാരൽ, റെസിസ്റ്റൻസസ് ഇൻ സീരീസ് പാരൽ, ബേസിക് പ്രോബ്ലം, സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് പ്രോബ്ലംസ്. പിന്നെ മാഗ്നറ്റ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ,
ഡൊമസ്റ്റിക് സർക്യൂട്ട്സ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇവിടെ നിന്നും ചോദിച്ചു കാണുന്നത്. അടുത്ത സൗണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നേച്ചർ ഓഫ് സൗണ്ട് ചോദിക്കാറുണ്ട്. സ്പീഡ് ഇൻ ഡിഫറെന്റ് മീഡിയംസ്, ഓരോ മീഡിയംസിലുള്ള സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട്, ലൈറ്റിന്റെ സൗണ്ടിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് നേച്ചർ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള സൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വേവ് ആണ്, അതിന്റെ സ്പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ ചില പ്രോപ്പർട്ടീസ് പഠിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് എക്കോ ചോദിക്കാറുണ്ട്, എക്കോ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ സോണാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. സൗണ്ട് വേവ്സ്, നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അതുപോലെ അൾട്രാസൗണ്ട്, ടൈപ്സ് ഓഫ് വേവ്സ്, അൾട്രാസൗണ്ട് വേവുകൾ സ്ഥിരം ഒരു ഏരിയ ആണ്. പിച്ച്, ലൗഡ്നെസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യം. ഏഴാമത്തത് മോഡേൺ ഫിസിക്സ് ബേസിക്സ്. അതിൽ അറ്റോമിക് മോഡൽസ് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. റേഡിയോ ആക്ടിവിറ്റി, എക്സ്റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, യൂസസ് ഇൻ മെഡിസിൻ ഇൻഡസ്ട്രീസ്, ബേസിക് ന്യൂക്ലിയർ ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 7 ടോപ്പിക്കുകളാണ് ഫിസിക്സിൽ നിന്ന് മിസ്സാക്കാതിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും, ഈ വരുന്ന ശനിയാഴ്ച നാളെയും മറ്റന്നാളും 14, 15 തീയതികളിൽ ഒരു ദിവസം 12 മണിക്കൂർ വെച്ച് 2 ദിവസം കൊണ്ട് 24 മണിക്കൂർ ലൈവ് മാരത്തോൺ ക്ലാസ്സസ് നടക്കുകയാണ്. ഈ ക്ലാസ്സസിൽ ഇത്തരത്തിലുള്ള കീ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് കവർ ചെയ്യുന്ന സെഷൻ ആയിട്ടായിരിക്കും എല്ലാ സബ്ജക്ട്സും പോകുന്നത്. സയൻസ് ആവട്ടെ, GK ആവട്ടെ, മാത്സ് ആവട്ടെ, എല്ലാ സബ്ജക്റ്റുകളും അത്തരത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആരും മിസ്സാക്കാതെ കാണുക. നിങ്ങളുടെ ഫൈനൽ റൗണ്ട് റിവിഷൻ 2 ദിവസം കൊണ്ട് എല്ലാ ടോപ്പിക്കുകളിലും കവർ ചെയ്ത് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഫിസിക്സ് കഴിഞ്ഞു, ഞാൻ കെമിസ്ട്രിയുടെ 6 ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിക് ടേബിൾ ബേസിക്സ് ചോദിക്കാറുണ്ട്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അറ്റോമിക് നമ്പേഴ്സ്, മാസ്, അതുപോലെ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലുകൾ, നോൺ മെറ്റലുകൾ, മെറ്റലോയിഡ്സ്, പിന്നെ കോമൺ ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിക് ടേബിൾ ബേസിക്സിൽ. 2 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് റിയാക്ഷനിൽ ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഇൻ സിമ്പിൾ എക്സാമ്പിൾസ്, ചില സിമ്പിൾ എക്സാമ്പിൾസ് ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന എന്ത് തരത്തിലുള്ള ബോണ്ടാണ് ചോദിക്കാറുള്ളതാണ്. അതുപോലെ കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതിന്റെ എക്സാമ്പിൾസ്. അതായത് ചില റിയാക്ഷനുകൾ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുക. എന്താണ് ഇതിന്റെ ലോജിക് എന്നൊന്നും നിങ്ങൾ പലപ്പോഴും പഠിക്കേണ്ട ആവശ്യമില്ല. ചില ടൈപ്സ് ഓഫ് റിയാക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ആ ഇക്വേഷൻ കണ്ടിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്ന തരത്തിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും റസ്റ്റിംഗ് ഓഫ് അയണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. 3 ആസിഡ്സ്, ബേസസ്, സോൾട്ട്സ് ആൻഡ് pH. ആസിഡ്സ്, ബേസസ്, സോൾട്ട്സ്, pH വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. കോമൺ ലാബ് ആൻഡ് ഹൗസ് ഹോൾഡ് എക്സാമ്പിൾസ്, ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഹൗസ് ഹോൾഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചില സബ്ജക്ട്സിൽ പ്രസന്റ് ആയിരിക്കുന്ന ആസിഡ് ഏതാണ്, ഏത് ഒബ്ജക്റ്റിൽ, ഇപ്പം അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനേഗറിൽ പ്രസന്റ് ആയിരിക്കുന്ന ആസിഡ് ഏതാണ്, അങ്ങനെയുള്ള ഡിഫറെന്റ് സബ്സ്റ്റൻസിൽ പ്രസന്റ് ആയിരിക്കുന്ന ആസിഡ്സ് ചോദിക്കാറുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അത് ആസിഡുമായിട്ടും ബേസുമായിട്ടുള്ള റിയാക്ഷനെ ബേസ് ചെയ്ത് പഠിക്കാറുണ്ട്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, ആസിഡും ബേസിന്റെ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് സോൾട്ട്സ് ആൻഡ് ലൈക്ക് ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, ജിപ്സം, ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ എല്ലാവരും നമ്മുടെ കോഴ്സസിനകത്തെല്ലാം ഈ ടോപ്പിക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിവേ ഇനി റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ടോപ്പിക്കുകൾ തന്നെ പഠിച്ചാൽ മതി. 4 മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റൽസും നോൺ മെറ്റൽസും. മെറ്റൽസ്, നോൺ മെറ്റൽസിനകത്ത് മെറ്റൽസിന്റെ പ്രോപ്പർട്ടി, നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി, അതുപോലെ അലോയ്സ്, കൊറോഷൻ ആൻഡ് റസ്റ്റിങ്, പ്രിവെൻഷൻ, ഇമ്പോർട്ടൻറ്റ് ഓർസ് ആൻഡ് ദെയർ മെറ്റൽസ്. ഇത്രയും ടോപ്പിക്കാണ് മെറ്റൽസിനകത്ത്, മെറ്റലർജി പാർട്ടിനകത്ത് അല്ലെങ്കിൽ മെറ്റൽസ് പാർട്ടിനകത്ത് നമ്മൾ നോക്കേണ്ടത്. 5ാമത്തെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ഫ്യൂൽസ്, ഹൈഡ്രോ കാർബൺസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ഹൈഡ്രോ കാർബൺസ്, എത്തനോൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കണം. സോപ്പ്, ഡിറ്റർജൻസ്, ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനുണ്ട്. ആ ഫോസിൽ ഫ്യൂൽസ്, CNG, LPG, ബയോഗ്യാസ്, പൊല്യൂഷൻ ആസ്പെക്ട്സ്. ഇത്രയാണ് നമുക്ക് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിൽ സെലക്ട് ചെയ്യേണ്ട ടോപ്പിക്ക്. 6 എവറിഡേ കെമിസ്ട്രി ആൻഡ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. എവറിഡേ കെമിസ്ട്രി, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് നമ്മൾ പറയാറുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ, അതുപോലെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, എയർ പൊല്യൂട്ടൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഓസോൺ ലെയർ, ഗ്ലോബൽ വാർമിംഗ്,
ആസിഡ് റെയിൻ. ഇത്രയുമാണ് ആറാമത്തെ ടോപ്പിക്ക്. കെമിസ്ട്രിയിൽ 6 ടോപ്പിക്കുകളും ഇതാണെന്ന് നമുക്ക് പറയാം. ഇനി ബയോളജിയിലുള്ള 7 ടോപ്പിക്സും കൂടെ ഉണ്ട്. ബയോളജിയിൽ ഒന്ന് സെൽ ആൻഡ് ബേസിക് ലൈഫ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് സെൽ സ്ട്രക്ചർ, പ്ലാൻ വേഴ്സസ് ആനിമൽ സെൽ, ടിഷ്യൂസ്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ടൈപ്സ്, എക്സ്ക്രീഷൻ ബേസിക്സ്. ഇത്രയാണ് ഒന്നാമത്തെ ടോപ്പിക്ക്, സെൽ ആൻഡ് ബേസിക് ലൈഫ് പ്രോസസ്. 2 ഹ്യൂമൻ ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇങ്ങനെ പറയുമ്പോൾ ഒറ്റ സെന്റൻസിൽ തീർന്നെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ തന്നെ സെലക്റ്റീവ് ആയിട്ട് ഓർഗൻസ്, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസും അതിന്റെ ബേസിക് ഫംഗ്ഷൻസും ആദ്യം പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസും അതിന്റെ പ്രോപ്പർട്ടീസും പഠിക്കണം. പിന്നെ ബ്ലഡിന്റെ കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ബ്ലഡിൽ പ്രസന്റ് ആയിരിക്കുന്ന പ്ലാസ്മ, മറ്റുള്ള ഓരോരോ കമ്പോണൻസും അതിന്റെ ലൈഫ് സ്പാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഹേർട്ടിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഡബിൾ സർക്കുലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന ആ ഹേർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ബ്ലഡ് പ്രഷറിന്റെ ഐഡിയ കൂടി മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങൾ ബ്ലഡിന്റെ അല്ലെങ്കിൽ ഹേർട്ടിന്റെ സർക്കുലേഷൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഇനി ഹ്യൂമൻ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് സെൻസ് ഓർഗൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രെയിനിന്റെ പാർട്സ് ഓഫ് ദ ബ്രെയിന്, റിഫ്ലക്സ് ആക്ഷൻസ്, റിഫ്ലക്സ്, അതുപോലെ ഹോർമോൺസ് ലൈക്ക് ഇൻസുലിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, ഐ ആൻഡ് ഇയർ സ്ട്രക്ചർ ബേസിക്സ്. ഈ 3 ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺസും അതുപോലെ ഐയുടെയും ഇയറിന്റെയും സ്ട്രക്ചറിന്റെ ബേസിക്സും കൂടി പഠിക്കേണ്ടതാണ്. പിന്നെ റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി, ഇതിനകത്ത് എസെക്ഷൽ വേഴ്സസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓവർവ്യൂ, മെന്റൽസ് ബേസിക്സ്, മെന്റൽസ് ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, സെക്സ് ഡിറ്റർമിനേഷൻ, സിമ്പിൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് കളർ ബ്ലൈൻഡ്നെസ്. ഇത്രയാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റിയിൽ. 5ാമത്തത് പ്ലാന്റ് ഫിസിയോളജിയിൽ ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിരേഷൻ, പ്ലാന്റ് ഹോർമോൺ നെയിംസ് ആൻഡ് ദിയർ റോൾസ്, ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. ഇത്രയാണ് പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്നത്. ഇനി 6 എപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ കാണുന്ന ഒരു ഏരിയയാണ് മൈക്രോ ഓർഗാനിസംസ്, ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഈ 2 ടോപ്പിക്സ്, ഇതിൽ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഈ മൈക്രോ ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു പാർട്ട്. പിന്നെ കമ്മ്യൂണിക്കബിൾ വേഴ്സസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, വാക്സിൻസ്, ഇമ്മ്യൂണിറ്റി, കോമൺ ഹ്യൂമൻ ഡിസീസസ് ഓഫൻ ആസ്ക്ഡ്. ഡിസീസസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 6 ടോപ്പിക്ക്. 7ാമത്തെ ടോപ്പിക്ക് എക്കോളജി, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, റിന്യൂവബിൾ വേഴ്സസ് നോൺ റിന്യൂവബിൾ സോഴ്സസ്. ഇത്രയും ടോപ്പിക്കുകളാണ് ബയോളജിയിൽ നിന്ന് വരുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ചില ആൾക്കാരെങ്കിലും RRB പോലെയുള്ള പരീക്ഷയ്ക്ക്, RRB NTPC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇതിന്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വാസ്റ്റ് ആണ്, കടൽ പോലെ കിടക്കുകയാണ്. ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മാത്രം നോക്കിയാൽ കടൽ പോലെ കിടക്കുക. ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും 100% പഠിച്ച് ആർക്കും എഴുതാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. 100% പഠിച്ചു തീരുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത്തരത്തിൽ ഈ സമയത്താണ് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ചെറിയ സമയം, നമ്മുടെ മുമ്പിലുള്ള ചെറിയ സമയം ഏറ്റവും ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് എക്സാം ക്ലിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റ് പല സോഴ്സസും അനലൈസ് ചെയ്താൽ നിങ്ങൾ പഠിക്കേണ്ട കീ ഏരിയാസ് മനസ്സിലാവും. ആ കീ ഏരിയാസിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയ സമയത്ത് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വാസ്തവമാണ്. ഒരുപാട് പേരുടെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ച് ചെറിയ സമയത്ത് ജോലി ക്രാക്ക് ചെയ്യാറുണ്ട്. ചിലർ 2-3 വർഷമൊക്കെ എടുത്തിട്ടാണ് അവർ ക്രാക്ക് ചെയ്തത്. ഞാൻ ഒരിക്കലും പറയില്ല 2 വർഷമോ 3 വർഷമോ എടുത്തിട്ട് SSC പോലൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയില്ല. വളരെ ചുരുങ്ങിയ പീരീഡിൽ ക്രാക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരെന്ന് പറയാം. അപ്പോൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്കുള്ളവരാണ് തന്നെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ്. അപ്പോൾ നിങ്ങളും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനേക്കാൾ വേണ്ട കാര്യം വൃത്തിയായിട്ട് കൃത്യതയോടെ പഠിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇരിക്കുന്നത്. സോ നിങ്ങളും അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സയൻസ് അല്ലെങ്കിൽ GK അല്ലെങ്കിൽ ഈ വരുന്ന RRB NTPC പരീക്ഷയ്ക്ക് കൃത്യമായി സ്മാർട്ടായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് പ്രോപ്പർ ഗൈഡൻസുമായിട്ട് ദിശ അക്കാഡമി വരുന്നുണ്ട്. 24 ഹവേഴ്സ് മാരത്തോൺ, 24 ഹവേഴ്സ് മാരത്തോൺ ക്ലാസ്സുകൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഈ വരുന്ന മാർച്ച് 14, 15 തീയതിയിൽ അല്ലെങ്കിൽ സാറ്റർഡേ, സൺഡേ, നാളെ മറ്റന്നാളുമായിട്ട് 24 മണിക്കൂർ ക്ലാസ്സുകളാണ്. ഇതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, GK സബ്ജക്ട്സ് എല്ലാം
മാത്സ്, റീസണിങ് ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കുകളും വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും. സോ ഈ സെഷൻ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക. ഇനി ബ്രീഫ് പ്രയോറിറ്റി ടേബിളും കൂടെ പറഞ്ഞോട്ടെ. പ്രയോറിറ്റി റാങ്ക്, ഈ പ്രയോറിറ്റി റാങ്ക് നിശ്ചയിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ടോപ്പിക്സിന്റെ പ്രയോറിറ്റി അവിടെ കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ഓരോ ഷിഫ്റ്റിലും ചോദിച്ച ചോദ്യങ്ങൾ, കഴിഞ്ഞ ലാസ്റ്റ് 3 വട്ടമായിട്ട് നടന്ന പരീക്ഷകളുടെ ഓരോ ഷിഫ്റ്റിലുമായിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ആവറേജ് വാല്യൂ എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആവറേജ് വാല്യൂ വന്ന ടോപ്പിക്സ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രയോറിറ്റി റാങ്ക് കൊടുത്തത്. ഒന്നാമത്തെ ടോപ്പിക് മോഷൻ ആൻഡ് ന്യൂട്ടൺസ് ലോസ്, ഏറ്റവും കൂടുതൽ അപ്പർ ഷിഫ്റ്റ് ചോദ്യം ചോദിച്ച ടോപ്പിക്കാണ് മോഷൻ ആൻഡ് ന്യൂട്ടൺസ് ലോ. അത് കഴിഞ്ഞിട്ട് 2 വർക്ക് എനർജി പവർ, 3 ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, 4 ഹ്യൂമൻ ബോഡി സിസ്റ്റംസ്, 5 സെൽ ആൻഡ് ബേസിക് ലൈഫ് പ്രോസസ്, 6 ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്, 7 മെറ്റൽസ് നോൺ മെറ്റൽസ് അലോയ്സ്, 8 ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, 9 ലൈറ്റ് ആൻഡ് ഒപ്പിക്സ്, 10 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. ഇതാണ് ഓർഡർ. ഇത് പ്രയോറിറ്റി ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 20 ടോപ്പിക്സ് പഠിക്കാൻ സമയമില്ല എങ്കിൽ ഈ 10 ടോപ്പിക്സ് എങ്കിലും ഏറ്റവും വൃത്തിയായിട്ട് നോക്കുക. ഇത് നിങ്ങൾക്ക് സെൽഫായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ പറയട്ടെ, നിങ്ങൾ റെയിൽവേ എക്സാംസിനോ SSC എക്സാംസിനോ ക്ലിയർലി ആദ്യം മുതൽ ഓർഡർലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസുമായിട്ട് ദിശ അക്കാഡമി നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട്. ഈ 5 ബ്രാഞ്ചുകളിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടമെന്റൽസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ബേസിക് ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കറന്റ് RRBയുടെ പ്രീമിയം ബാച്ച് ഉണ്ട്. RRBയുടെ എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഒരു കോമൺ ബാച്ചാണ്. NTPC, ഗ്രൂപ്പ് ഡി, ALP അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഒരു കോമൺ ബാച്ചാണ് RRB പ്രീമിയം ബാച്ച്. ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക ഓൺലൈനായിട്ട്. അല്ലെങ്കിൽ SSCക്ക് ആണെങ്കിൽ സെപ്പറേറ്റ്ലി അത്തരത്തിലുള്ള ബാച്ച് ഉണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ബാച്ചസ് അവൈലബിൾ ആണ്. ഇനി ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് പുതിയ RRB അസ്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ എൻറോൾ ചെയ്യാം. അപ്പോൾ ബേസിക്സ് ഒട്ടും ഇല്ലാത്തവർ, നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ബേസിക് കോഴ്സ് എടുത്ത് പഠിച്ച് ബേസിക്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള റിവിഷൻസും ഒക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി NTPC എക്സാം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ നാളത്തെയും മറ്റന്നാളത്തെയും 24 hours മാരത്തോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ കീ ടോപ്പിക്സ് മാത്രം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കീ ടോപ്പിക്സ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.